Now, I call upon Sri Anthony Raju, Minister of Transport, for the presidential address. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ഉബൈദ് സൈൻലാബ്ദീൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ജില്ലാ ജഡ്ജി എത്തിയില്ലല്ലോ, യെസ്, ഓക്കെ, ശ്രീമതി എ ജൂബിയ, ശ്രീമതി ഗായത്രി ബാബു ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അഡ്വക്കേറ്റ് കെ പി രണദിവെ, മിസ്റ്റർ രണദിവെ എന്ന് പറഞ്ഞാൽ എളുപ്പമായി, അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അഡ്വക്കേറ്റ് പത്മിനി റോസ് തുടങ്ങി പ്രിയമുള്ള ഈ സംഘാടക സമിതി അംഗങ്ങളെ, സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണജിത്ത് ആർജി, പ്രിയമുള്ള ഈ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മീഡിയേഷനെ കുറിച്ച് ഒരു പ്രശസ്ത തത്വചിന്തകനും വ്യവസായിയും മീഡിയേഷൻ രംഗത്തെ പ്രഗത്ഭനുമായിരുന്ന ജോസഫ് ഗ്രിംബോം പറഞ്ഞൊരു വാചകം, an ounce of mediation is worth a pound of arbitration and a ton of litigation എന്നാണ്. നമ്മുടെ ഒരു മീഡിയേഷന്റെ പ്രാധാന്യവും മീഡിയേഷന്റെ പ്രസക്തിയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണ് ഇതിൽ ഒതുങ്ങിയിരിക്കുന്നത്. കാലതാമസമില്ലാതെയും അതോടൊപ്പം തന്നെ സുഗമമായും നടത്താൻ കഴിയുന്ന, ലളിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മീഡിയേഷനെ കുറിച്ചാണ് ഈ വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2005 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് ഉയർന്ന ഒരു നിർദ്ദേശമായിരുന്നു മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രോജക്ട് കമ്മിറ്റി എന്നുള്ള ആശയം, MCPC. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാനും അത് കോടതിയുടെ തന്നെ നിയമവ്യവസ്ഥകൾക്കും ചട്ടങ്ങൾക്കുള്ളിലും ഒതുങ്ങി നിർത്തിക്കൊണ്ട്, സെക്ഷൻ 89 ഓഫ് CPCയുടെ പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് നിയമപരമായ പരിരക്ഷയോടുകൂടി എങ്ങനെ നമുക്ക് മീഡിയേഷൻ കേസുകൾ, വ്യവഹാരങ്ങൾ, കാലം നീണ്ടുപോകുന്ന വ്യവഹാരങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ, എന്നാൽ സുഗമമായി രമ്യതയിലെത്തിക്കാൻ, അങ്ങനെ കക്ഷികൾക്ക് സാമ്പത്തിക ഭാരമില്ലാതിരിക്കാൻ, അങ്ങനെ നിരവധിയായ ചിന്തകളോടുകൂടിയാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഒരു ആശയം പങ്കുവയ്ക്കുകയും ഇന്നത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ADR. 2023 ഈ അടുത്ത കാലത്താണ് നമ്മുടെ മീഡിയേഷൻ ബിൽ എനാക്ട് ചെയ്തിരിക്കുന്നത്. 1/8 കഴിഞ്ഞ ഓഗസ്റ്റിനാണ് രാജ്യസഭ പാസ്സാക്കിയത്. 7-ാം തീയതിയാണ് അത് ലോക്സഭ പാസ്സാക്കിയതോടുകൂടി തന്നെ മീഡിയേഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു നിയമമായി ഇത് പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി, അനുകൂലമായ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ രമ്യതയിലെത്താനുള്ള, കേസുകൾ രമ്യതയിലെത്തിക്കാനുള്ള ഈ നടപടിക്രമം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് കാലങ്ങൾക്കിപ്പുറം അത് നിയമമായി തന്നെ, നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി ഇത് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നാണ് നാം എല്ലാം മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇതൊരു നിർബന്ധിത പൂർവമായ ഒരു കക്ഷിയെ നിർബന്ധിച്ച് കൊണ്ടിരുത്തി കോടതിയിൽ വരുത്തി ചെയ്യുന്ന ഒരു നടപടിക്രമമല്ല. സ്വമേധയാ കക്ഷികളുടെ സ്വമേധയായുള്ള താല്പര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇതൊരു
പക്ഷപാതരഹിതമായി നടത്തുന്നതിന് മീഡിയേറ്റർമാർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാനമാണ്. മീഡിയേറ്ററിലുള്ള ഒരു വിശ്വാസവും ഈ മീഡിയേഷൻ പ്രോസസ്സ് വിജയിക്കുന്നതിന്റെ ഒരു ഘടകമാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ഇത് രമ്യത്തിലെത്തുന്നതിന് അത് മീഡിയേറ്ററുടെ ഒരു റോള് വളരെ വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മീഡിയേഷൻ രംഗത്ത് ശരിക്കും മീഡിയേറ്റർ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇമ്പോസ് ചെയ്യാൻ കഴിയില്ല. നിർബന്ധമായിട്ട് ഇന്ന വ്യവസ്ഥ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി അംഗീകരിച്ചിരിക്കണം എന്നൊരു മീഡിയേറ്റർക്ക് നിർബന്ധിക്കാനും കഴിയില്ല. എന്നാൽ അതിനുള്ളൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ, ഒരു രമ്യതയിലെത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ മീഡിയേറ്റർമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, അതിനുള്ള അവകാശവും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായി പരിഹാരം പാർട്ടികൾ തമ്മിൽ രമ്യമായി അവർ തന്നെ യോജിക്കുന്ന മേഖലകളിൽ കൊണ്ടെത്തിക്കാൻ മീഡിയേറ്റർമാർക്ക് കഴിയണം എന്നുള്ളതാണ് മീഡിയേറ്റർമാരുടെ പ്രധാനമായ. മീഡിയേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം തന്നെ വ്യവസ്ഥയുണ്ട്. 40 മണിക്കൂർ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു ആളെയാണ് മീഡിയേറ്ററായിട്ട് പോലും നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. മീഡിയേറ്ററെ സംബന്ധിച്ച് നിഷ്പക്ഷനായിരിക്കണം. അതുപോലെ തന്നെ സ്വാഭാവികമായ നടപടി ക്രമങ്ങൾ, ലളിതമായ നടപടിയിലൂടെ ആയിരിക്കണം ഇത് നടപ്പിലാക്കേണ്ടത്. രണ്ട് കൂട്ടരും തമ്മിലുള്ള ഇന്ററാക്ഷനുള്ള അവസരം പരമാവധി ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. രണ്ടുപേരും തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള പ്രചോദനം നൽകേണ്ടതായിട്ടുണ്ട്. രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങളെ തന്നെ മീഡിയേറ്റർ നല്ലപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എഴുതി ധാരണയിലെത്തുന്നതിനുള്ള രേഖാമൂലമായി രേഖയാക്കി മാറ്റുന്നതിലൊക്കെ തന്നെ മീഡിയേറ്റർമാർക്ക് നിശ്ചയമായും വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമുക്കറിയാം ഇതൊരു നിയമവ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഇൻഫോർമൽ പ്രോസസ് ആണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ഇതിനകത്ത് ലിഖിതമായ നിയമങ്ങളോ ചട്ടക്കൂടുകളോ ഇല്ല എന്നുള്ളതും മീഡിയേഷനിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഏറെ സഹായകരമാകും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ മീഡിയേഷൻ കോടതികളിലുള്ളതിനേക്കാൾ രഹസ്യ സ്വഭാവത്തിൽ മറ്റ് വ്യവഹാരികളോടൊപ്പം ഇരുത്തി വിസ്തരിക്കാതെ, മറ്റ് അഭിഭാഷകരുടെ സാന്നിധ്യമില്ലാതെ, പൊതുജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഒക്കെ തന്നെ ഒരു തർക്കങ്ങൾ പരിഹരിക്കാൻ രണ്ടു കൂട്ടരെയും മാത്രം വിളിച്ചിരുത്തി രഹസ്യ സ്വഭാവത്തിൽ നടത്തുമ്പോൾ കുറെ കൂടി വിജയകരമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. കാരണം പരസ്യമായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാശി, വൈരാഗ്യം, അല്ലെങ്കിൽ ഒരു ജയിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം, ഇതൊന്നും തന്നെ ഒരു മീഡിയേഷൻ റൂമിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, കോടതികൾക്ക് പുറത്ത് ഒരു മുറിക്കകത്ത് പാർട്ടികൾ തമ്മിൽ രമ്യതയിലെത്താൻ കഴിയുന്ന, പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന, ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാഹചര്യവും കോടതി മുറികളെക്കാൾ ഒരുപക്ഷെ മീഡിയേഷൻ റൂമിനായിരിക്കും കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് പാർട്ടികളുടെ ഒരു സ്വതന്ത്രമായ ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ മീഡിയേഷന് എന്തെങ്കിലും സ്കോപ്പ് ഉള്ളൂ. ഒരു മീഡിയേഷൻ വോളണ്ടറി അല്ലാതെ നിർബന്ധിച്ചാരെയും ഒരു മീഡിയേഷൻ നടത്തി തീർക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഏറ്റവും ചെലവ് കുറഞ്ഞതും വളരെ വേഗതയിൽ സ്പീഡി റെമഡി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നുമാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. അതിനുവേണ്ടി തന്നെ സെറ്റിൽമെന്റ് കോൺഫറൻസുകളും ഒക്കെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് കഴിയാൻ കഴിയും. ഇത് നിരവധിയായ മാർഗങ്ങളിലൂടെ നിരവധി രാജ്യങ്ങളിൽ തന്നെ ഇത് നടത്തി വിജയിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കെല്ലാം തന്നെ അറിയാം. അമേരിക്കയിൽ, USA മീഡിയേഷൻ ആണ് സാധാരണഗതിയിൽ നടത്തേണ്ടത്. ലിറ്റിഗേഷൻ ഈസ് ആൻ എക്സംഷൻ എന്നാ പറയുന്നത്. അപ്പോ ആദ്യം അവസരം മീഡിയേഷന് തന്നെയാണ്. അപ്പോ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പോലും ആ വഴിയിലേക്കാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ഈ അടുത്ത നാളിലെ കണക്ക് വെച്ച് 800-ൽ പരം, 831 ഔദ്യോഗികമായിട്ടുള്ള ഒന്നൊരു കണക്ക്, 35 മീഡിയേഷൻ സെന്ററുകൾ ഇന്ത്യയിലാകെ ഉണ്ട് എന്ന്. ഏതാണ്ട് 5-ലൊന്ന് കേസുകൾ, മീഡിയേഷന് വരുന്ന കേസുകളിൽ 5-ലൊന്ന് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിൽ ഈ കഴിഞ്ഞ മാസം നിയമസഭയിൽ നിയമവകുപ്പ് മന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ കണക്കനുസരിച്ച് 2018-19
19 തന്നെ 3,57,647 അപേക്ഷകൾ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് കേസുകൾ സെറ്റിൽമെന്റിനായി വന്നപ്പോൾ 90,966 കേസുകൾ പരിഹരിച്ചു. അത് 19-20 ആയപ്പോൾ അതിന്റെ എണ്ണം സെറ്റിൽമെന്റിനായി വന്ന കേസുകളുടെ എണ്ണം 3,68,832 അതില് 94,865 പരിഹരിക്കുകയുണ്ടായി. 2020-21 കോവിഡ് മഹാമാരിയുടെ ഒരു പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണ്. കോടതികളൊക്കെ അടഞ്ഞു കിടന്ന കാലഘട്ടമാണ്. വ്യവഹാരികളെല്ലാം ലോക്ക്ഡൌണിൽ പെട്ടുപോയ ഒരു കാലഘട്ടമായതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നിട്ട് പോലും 94,488 കേസുകളാണ് സെറ്റിൽമെന്റിനായി അയച്ചിട്ടുള്ളത്. അതിൽ 28,301 കേസുകൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. 21-22 2,54,095 അപേക്ഷകൾ കിട്ടുകയും സെറ്റിൽമെന്റിനായി ലഭിക്കുകയും 50,968 അപേക്ഷകൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 22-23 4,12,990 അപേക്ഷകളാണ് സെറ്റിൽമെന്റിനായി ഇന്ത്യയിൽ ആകെ എത്തിയിട്ടുള്ളത്. അതില് 90,446 സെറ്റിൽ ചെയ്യേണ്ടായി. ഈ വർഷം മെയ് മാസം വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 51,416 അപേക്ഷകൾ, അതിൽ 13,261 അപേക്ഷകൾ സെറ്റിൽ ചെയ്യേണ്ടായി. ഇതാണ് ഇന്ത്യയുടെ പൊതുവായ കണക്കെങ്കിൽ കേരളത്തിൻ്റെത് പരിശോധിച്ചാൽ നമുക്ക് 2018-19 കിട്ടിയ അപേക്ഷകളുടെ എണ്ണം 36,958. അതിൽ കേരളത്തിൽ ആ വർഷം 18-19 പരിഹരിച്ചത് സെറ്റിൽ ചെയ്തത് 12,534 കേസുകളാണ്. 19-20 കേരളത്തിൽ 39,440 കേസുകൾ അപേക്ഷകൾ സെറ്റിൽമെന്റിനായി കൊടുക്കുകയും 13,384 സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 20-21 കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ വന്ന കുറവ് പോലെ തന്നെ കേരളത്തിലും അത് പ്രതിഫലിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 20-21 8,995 അപേക്ഷകളാണ് നമ്മുടെ സെറ്റിൽമെന്റിനായി അയച്ചതെങ്കിലും അതിൽ സെറ്റിൽ ചെയ്യപ്പെട്ടത് 3,281 അപേക്ഷ. 21-22 25,183 അപേക്ഷകളാണ് കേരളത്തിൽ സെറ്റിൽമെന്റിനായി അയച്ചതെങ്കിലും 7,445 അപേക്ഷകൾ കേസുകളാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. 22-23 49,455 സെറ്റിൽ ചെയ്ത് 16,003. ഈ 2023 മെയ് മാസം വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 5,270 അപേക്ഷകളാണ് സെറ്റിൽമെന്റിനായി അയക്കുകയും 1,925 എണ്ണമാണ് സെറ്റിൽ ചെയ്യുകയും ചെയ്തത്. ഇത് ഈ അടുത്ത ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കണക്കിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കേരളവും നമ്മുടെ ഈ വ്യവഹാരങ്ങൾ രമ്യമായി തീർക്കുന്ന ഒരു നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ദേശീയ തലത്തിൽ അത് 5-1, 6-1 അയക്കുന്ന കേസുകളിൽ 5-1, 6-1 ആണെങ്കിൽ കേരളം കുറെ കൂടി ഈ വർഷത്തെ ഈ 2023 മെയ്യിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കുറെ കൂടി ഒരു മെച്ചപ്പെട്ട സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അങ്ങനെ വ്യവഹാര രംഗത്ത് കക്ഷികൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിധത്തിലാണ് നമ്മുടെ ഈ മീഡിയേഷൻ നടന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിന് അതിൻ്റെതായ റെലവൻസ് ഉണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. കാരണം നിയമപരമായ പരിരക്ഷയോടുകൂടി അത് സുപ്രീം കോടതിയുടെ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ബില്ലായി എനാക്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. അപ്പൊ അത് ഈ വർഷമാണ് 2023 ഓഗസ്റ്റിലാണ് അത് എനാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മീഡിയേഷന്റെ പ്രാധാന്യം നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയ പ്രാധാന്യവും ചലനവും സൃഷ്ടിക്കും. കോടതികളുടെ പ്രവർത്തനങ്ങളിലും ഏറെ സഹായകരമായ ഒരു സമീപനം മീഡിയേഷൻ രംഗത്തുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയും. മീഡിയേഷൻ രംഗം ഇനി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നു, വളരെ നിർണായകമാകാൻ പോകുന്നുണ്ട്. സൂചനകളാണ് ഈ കണക്കുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ വ്യവഹാരത്തിനായി കോടതികളിലേക്ക് പോകുന്ന പലരും തന്നെ ഇത് രമ്യമായി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് വ്യവഹാരികളായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു.
അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, കാലദൈർഘ്യം, ചെലവ്, പിന്നെ രമ്യമായി തീർക്കാനുള്ള ഒരു സാഹചര്യം, നിയമത്തിന്റെ നൂലാമാലകളിലേക്ക് പോയി താഴെ കോടതിയിൽ, പിന്നെ അപ്പീല്, പിന്നെ അതിന് മുകളിൽ അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന ഈ കാലതാമസമൊക്കെ തന്നെ ആ വ്യവഹാരത്തിന്റെ സ്പിരിറ്റ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മീഡിയേഷന്റെ പ്രാധാന്യം ഇനിയുള്ള നാളുകളിൽ കൂടുതലായി വർദ്ധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇവിടെ ഇക്കാര്യത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഇതുമായി ബന്ധപ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ സമിതിയും പാനലും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഒരുപാട് സെഷനുകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്കും ഗതാഗത മന്ത്രി എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം തന്നെ ഇത് ഏതാനും നാൾ കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ വരേണ്ട ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും നമ്മുടെയൊക്കെ ഒരു താല്പര്യം നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ വരുവാൻ അവസരം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഏതായാലും അങ്ങോട്ടേക്കാണ് മടങ്ങി വരേണ്ടത് നല്ല ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഇത്തരം പരിപാടികൾ നിയമ വിദഗ്ധന്മാരുടെ അല്ലെങ്കിൽ അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ, ഇത്തരം പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു കുളിർമ, നമ്മുടെ തന്നെ ഫ്രട്ടേണിറ്റിയുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടുന്ന ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുക്കുന്നതിന് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിന്റെ ഈ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസ് മീഡിയേഷനുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ കൂടുതൽ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. നമുക്ക് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കറക്ഷൻസ് വേണ്ടി വരുന്ന ഒരു പ്രോസസ്സിൽ, അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കറക്ഷൻസ് ഇനിയും വേണ്ടി വരും. കാരണം ഇതൊരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഇന്നത്തെ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിന്റെ ചർച്ചയിലൂടെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സമർപ്പിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇനി ഒരുപാട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും നിയമനിർമ്മാണ വേദികളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ മീഡിയേഷൻ കോൺഗ്രസിന്റെ ഈ കോൺഫറൻസിന് അതിൻ്റെതായ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you so much, sir. Thank you so much for representing the government of Kerala and joining us here today.